ഹീബ്രൂസ്, എബ്രായർക്ക് എഴുതിയ ലേഖനം, ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ആമുഖമാണ് ഇന്നെടുക്കുന്നത്. ആമുഖം പുസ്തകത്തിൻ്റെ തുടക്കമാണല്ലോ. പുസ്തകത്തിൻ്റെ തുടക്കത്തിനകത്ത് 1-ാം അധ്യായം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യമാണ് ഇന്നെടുക്കുന്നത്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോടെ അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമാകുന്നു. അവിടെ വെച്ച് നിർത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബുക്കാണ്, ലേഖനമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനം എഴുതിയത് ആരെയെന്ന് ചോദിച്ചാൽ പൗലോസ് ആണെന്ന് പലരും പറയുന്നു. ചിലർ പറയുന്നു ലൂക്കോസാണ്, ചിലർ പറയുന്നു പൗലോസിൻ്റെ ശിഷ്യന്മാരാണെന്ന്. പക്ഷെ ഓൺ ദ ഹോൾ നമ്മളിത് വായിച്ചു കഴിയുമ്പം കർത്താവിൻ്റെ ഈ ലേഖൻ അപ്പോസ്തലനായ പൗലോസ് ആകണം. കാരണം പുസ്തകത്തിലെ ആഴമേറിയ ഉന്നതവും സമ്പന്നതുമായ ഉള്ളടക്കം എഴുതുവാൻ യോഗ്യനായി പൗലോസ് അല്ലാതെ വേറെ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് ഇത്രമാത്രം നിഗൂഢമായ സത്യങ്ങൾ എഴുതാൻ യോഗ്യനായിട്ട് പൗലോസ് മാത്രമേ ഉള്ളൂ. പൗലോസിന് നല്ല പഠിത്തമുള്ള വ്യക്തിയാണല്ലോ. ഗമാലിയസിൻ്റെ കൂടെ ഇരുന്ന് തോറ മുഴുവനും കാണാൻ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, നല്ല ജ്ഞാനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് പൗലോസാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ പൗലോസ് ബാക്കിയുള്ള ബുക്കുകളിലെല്ലാം, ലേഖനങ്ങളിൽ എഴുതിയപ്പോഴെല്ലാം പൗലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിലത് ചെയ്തിട്ടില്ല. കാരണമുണ്ട്. ഒരു കാരണം, ദൈവം സംസാരിക്കുകയാണ്. ഇത് കർത്താവ് യേശുവിനെക്കുറിച്ച് ഇത്രയും മഹത്തരമായിട്ട് വേറൊരു ബുക്കിൽ എഴുതിയിട്ടില്ല. ഇത് ഈ എബ്രായ ലേഖനം വായിക്കും തോറും നമ്മൾ യേശുവുമായിട്ടുള്ള ബന്ധം അങ്ങനെ അത്ര ഉജ്ജ്വലമായിട്ട് വരികയാണ്. ഇത് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം പോലെയാണ്. ഈ ചന്ദ്രൻ ഇങ്ങനെ സൂര്യനകത്തോട്ട് കയറുന്ന പോലെ നമ്മൾ യേശുവിൽ അങ്ങ് ലയിച്ച് ചേരും. അത്ര ഘനമേറിയതും സ്നേഹമേറിയതും ഗൂഢമേറിയമായ സത്യങ്ങളാണ് ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ദൈവമാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അവൻ വെളിപ്പെട്ട ദൈവമാണ്. അതായത് പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം, പണ്ടെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ പലതരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് അബ്രഹാമിനോട് സംസാരിച്ചു, നോഹയോട് സംസാരിച്ചു, മോശയോട് സംസാരിച്ചു, പിന്നെ ഏലിയാവിനോട് സംസാരിച്ചു, പിന്നെ യോസഫിനോട് ഇടപെട്ടു, എസ്തേറിനോട് ഇടപെട്ടു. ഇങ്ങനെ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം തമ്പുരാൻ പലതരത്തിൽ തൻ്റെ മഹത്വത്തെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദൈവം തമ്പുരാൻ തന്നെ വെളിപ്പെടുക. അവൻ മാർമികനല്ല, അവൻ വെളിപ്പെട്ട ദൈവമാണ്, മനുഷ്യനല്ല, ദൈവം സംസാരിക്കുകയാണ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഊന്നൽ. പഴയ നിയമത്തിൽ ദൈവം പല വിധത്തിൽ സംസാരിച്ചതാണ്. പ്രവാചകനിൽ കൂടെ, പിതാക്കന്മാരിൽ കൂടെ, മോശയുടെ കൂടെ, ദാവീദിനോട്, ഇങ്ങനെ പല വിധത്തിൽ സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ പുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പേരിടുന്നത് ഏറ്റവും ഉചിതമാണ്. എന്തുകൊണ്ടാണ് ഇതിന് എബ്രായർ എന്നുള്ള ലേഖനത്തിന് ഈ പേരിട്ടത്? ഓരോ പേരിനും വിലയുണ്ടല്ലോ. വേദപുസ്തകാടിസ്ഥാനത്തിൽ സത്യദൈവത്തിൻ്റെ ആത്മാവിൽ ഓരോ പേരിനും വലിയ പ്രസക്തിയുണ്ട്. ആദ്യത്തെ എബ്രായൻ വിശ്വാസത്താൽ ബന്ധപ്പെടുന്ന ഏവരുടെയും പിതാവായ അബ്രഹാമാണ്. എബ്രായനായ അബ്രഹാമാണ്. അപ്പോൾ ആദ്യത്തെ പിതാവ് എബ്രായനായിരുന്നു. ജനസിസ് ഉൽപ്പത്തി 14:13. അതുകൊണ്ട് ദൈവത്തെ എബ്രായരുടെ ദൈവമെന്നാണ് വിളിക്കുന്നത്. ദൈവത്തിനെ വിളിക്കുന്നത് എബ്രായരുടെ ദൈവം. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഉൽപ്പത്തി 14:13. ദൈവം നമ്മളെ വിളിച്ചു മാറ്റുമ്പം അതിൻ്റെ ഉത്ഭവം തൊട്ടേ പ്രാധാന്യം അറിയിക്കുന്നു. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാഹിമിനെ അറിയിച്ചു. അബ്രാഹിമിനെ അബ്രഹാം എന്നല്ല, അവിടെ അബ്രാം എന്ന് അറിയിച്ചു. അതായത് പിന്നെ ലോത്തിനെ, അബ്രഹാമിൻ്റെ നെഫ്യൂ ആയിട്ട് വരുന്ന ബ്രദറിൻ്റെ മകനായിട്ട് വരുന്ന ലോത്തിനെ സോദോം രാജാക്കന്മാർ, അല്ല 3-4 രാജാക്കന്മാർ ഒന്നിച്ചുകൂടി യുദ്ധം ചെയ്ത് വന്നിട്ട് ഈ സോദോമിലുള്ള രാജാവിനെയും അവിടെയുള്ള ആളുകളെയും പിടിച്ചുകൊണ്ട് പോയപ്പോൾ ലോത്തിനെയും പിടിച്ചുകൊണ്ട് പോയി. അതാണ് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്. സീനാർ രാജാവായ അമ്രാഫൻ, എലാസ രാജാവായ അരിയോക്ക്, ഏലാം രാജാവായ കെദോർലായോമെക്, ജാതികളുടെ രാജാവായ തീദാൻ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ഗമോര രാജാവായ ബിർഷ്യ, ഇങ്ങനെ പലരുടെ പേരുണ്ട്. ഇവരെല്ലാവരും കൂടെ വന്ന്
ഈ സോതോമിനെ അറ്റാക്ക് ചെയ്തിട്ട് സോതോമിലുള്ളവരെ പിടിച്ചുകൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഈ എബ്രായനായ എബ്രഹാമിൻ്റെ പിന്നെ നെഫ്യൂവിനെ കൂടെ പിടിച്ചുകൊണ്ടുപോയി. അത് അറിഞ്ഞ ഉടനെ തന്നെ അബ്രഹാം ഉടനെ അവിടെ അടങ്ങിയിരുന്നില്ല. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന ലോത്തിനെ അവൻ കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ, ആ വിവരം അറിഞ്ഞപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് യുദ്ധം ജയിച്ച് സാധനം തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അബ്രഹാം ചെറിയ ആളൊന്നുമല്ലല്ലോ, ചുമ്മാ അല്ലേ എബ്രായരുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ എബ്രായരുടെ ദൈവം എന്ന് പറയുമ്പോൾ ദൈവം ഇട്ട പേര് തന്നെയാണ്. എബ്രായ എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ മൂലപദത്തിൻ്റെ അർത്ഥം കടന്നു പോകുക എന്നതാണ്. അതിൻ്റെ അർത്ഥം നിശ്ചിതമായി ഒരു നദിയുടെ മീതെ കടന്നു പോകുക, നദിയുടെ ഈ വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് കടന്നു പോകുക. എബ്രായർ നദി കടക്കുന്ന പുരുഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഒരു നദി നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. യൂഫ്രത്തോസ് മഹാനദിയുടെ മറുകരയിലായിരുന്നു അബ്രഹാം. അப்புறம் എന്താണ് അബ്രഹാം ചെയ്തുകൊണ്ടിരുന്നത്? അബ്രഹാം വിഗ്രഹാരാധനയായിരുന്നു. വിഗ്രഹാരാധന തന്നെയല്ല, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെ വിഗ്രഹാരാധനയുടെ ദേശമായ കൽദേരിൽ നിന്ന് യൂഫ്രത്തോസിൻ്റെ ഇക്കരെ കനാൻ ദേശത്തേക്ക് അവൻ കടന്നു വരുന്നു. അതാണ് യേശുവയുടെ 24:2-3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഹൂദന്മാർ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക്, പഴയ ആചാരത്തിൽ നിന്നും പുതിയ ആചാരത്തിലേക്ക്, പഴയ പ്രമാണങ്ങളിൽ നിന്നും കൃപയിലേക്ക്, പുതിയ ആത്മീയ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രാകാരം വിട്ട് 3 ഘടകമാണല്ലോ, കൂടാരത്തിന് 3 ഘടകം: പ്രാകാരം, വിശുദ്ധം, അതിവിശുദ്ധം. 3 സ്ഥലമാണ് പേടകത്തിനുള്ളത്. അപ്പോൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ പുറവശമാണ് പ്രാകാരം, അത് ജാതികളുടെയാണ്. അപ്പോൾ ജാതികൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രാകാരം വിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കേണ്ടവനാണ് എബ്രായൻ. നദി കടന്നേ പറ്റൂ. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നദി കടക്കണം. ഈ ലോകത്തിൽ നമ്മൾ പ്രവാസികളാണ്. നമുക്ക് അല്പകാലം ഇവിടെ തന്നിരിക്കുന്നത് ഇറ്റേണിറ്റി ദൈവവുമായിട്ടുള്ള ഉറപ്പിക്കേണ്ട സമയം. അപ്പോൾ യഹൂദൻ മാത്രമല്ല, വിശ്വാസത്താൽ ദൈവത്തെ ബന്ധപ്പെടുന്ന സകലരും ഇത്തരം നദി കടക്കേണ്ടവനാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പം കർത്താവിന് ഒരു നദി കടക്കുന്നവരായി മാറുകയാണ്. ഈ ജീവിതം ഒരു ഷോർട്ട് പീരിയഡാണ്. പക്ഷേ ഇറ്റേണൽ ലൈഫ് നോക്കുമ്പം ഈ ഒരു കടത്തമുണ്ട് ജീവിതത്തിൽ. നമ്മുടെ ഈ ജഡീയ ശരീരത്തിൽ നിന്നും ആത്മാവിൻ്റെ ആ ദൃഢതയിലോട്ട് വന്നിട്ട് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ വീണ്ടും ഒരു പുതിയ ശരീരം ദൈവം തരുന്ന ഒരു ഘടകം തെസ്സലോണിക്കൻസിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്, വെളിപ്പാടിനകത്തുണ്ട്. നമുക്ക് പുതിയ ശരീരം ദൈവം തരും. എന്നാൽ പുറകോട്ട് എബ്രായനിലോട്ട് നമ്മൾ നോക്കുമ്പോൾ പണ്ട് ദൈവം ഇതൊക്കെയാണ് മനസ്സിലാക്കിയത്. പ്രവാചകന്മാർ മൂലം വിവിധങ്ങളായിട്ട് പിതാക്കന്മാരോട് അരുളി ചെയ്ത് ഈ സത്യങ്ങൾ ദൈവത്തിൻ്റേത് അന്ത്യകാലമാകുന്ന ഇപ്പോൾ തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മൾ. അപ്പോൾ ഇതിന് ഒരു മീഡിയേഷൻ ഇല്ല. അതുകൊണ്ടാണ് ആരാ ഈ ലേഖനം എഴുതിയതിന് വലിയ പ്രസക്തി കൊടുത്തിട്ടില്ല. അവിടെ എഴുതിപ്പിച്ചില്ല ദൈവം. ആരെഴുതിയെന്നുള്ള ഇത് ദൈവത്തിൻ്റെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള മഹത്വത്തെക്കുറിച്ചും ക്രിസ്തു എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ബാക്കി ഒന്നിനും പ്രസക്തി കൊടുക്കുന്നില്ല. ഈ ബുക്ക് വായിക്കും തോറും നമ്മൾ യേശുവിൻ്റെ ആ മഹത്വം, ഔന്നത്യം മനസ്സിലാക്കാൻ തുടങ്ങും. അതാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി. ആരെ? യേശുവിന്, പുത്രനെ. യേശു ക്രിസ്തു പുത്രനാണ്. അവനെ സകലത്തിലും അവകാശിയാക്കി. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ഭൂമി ഉണ്ടാക്കിയത് ക്രിസ്തുവാണ്. കൊളോഷ്യൻസ് 1:16 ഇത് തന്നെ പറയുന്നുണ്ട്. അവൻ മുഖാന്തരം ഭൂമിയെ ഉണ്ടാക്കി. പിന്നെ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും അവൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവ തേജസ്സിൻ്റെ പ്രഭ, അതിൻ്റെ പ്രസരിപ്പ്, ദൈവത്തിൻ്റെ മഹത്വം പുത്രനിലാണ് നമ്മൾ കാണുന്നത്. അപ്പം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഔന്നത്യമാണ് ആദ്യത്തെ ചാപ്റ്റേഴ്സ് മുഴുവൻ എഴുതിയിരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ ഔന്നത്യം എന്ന് പറയുമ്പം 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. 1, ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും ഉന്നതനാണ്. 2, ക്രിസ്തു മോശയെക്കാട്ടിലും ഉന്നതനാണ്. 3, അഹറോനെക്കാട്ടിലും ഉന്നതനാണ്. അപ്പോൾ സകലത്തിൻ്റെയും
നമ്മൾ ദൂതന്മാരെക്കാട്ടിൽ ഉന്നത പദവിയുള്ള ദൈവൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇത്രമാത്രം പദവിയുള്ള ഒരു യേശുവാണ് എനിക്ക് വേണ്ടി ക്രൂശുമരണമേറ്റ് പാപയാഗമായിട്ട് വന്ന് പുതിയൊരു വഴി, ജീവൻ്റെ വഴി തുറന്നു തന്നിരിക്കുന്നത് ഈ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുമ്പം നമുക്ക് അവനോടുള്ള സ്നേഹം വർദ്ധിക്കും. ക്രിസ്തുവിൻ്റെ ഔന്നത്യം, ഉന്നത പദവി വേറെ ആർക്കുമില്ല. ഈ 1-ാം അധ്യായം വായിച്ച് നോക്കണം. 1-ാം അധ്യായം വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എത്രമാത്രം ദൂതന്മാരോട് കൊടുത്തിരിക്കുന്ന പദവിയിൽ നിന്ന് എത്രയോ അധികാരമുള്ള പദവിയാണ് യേശുവിന് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. പിതാപുത്ര പരിശുദ്ധാത്മ ഒന്നിച്ച് നിന്നിട്ടാണ് അവർ തീരുമാനമെടുത്തത്, നമുക്ക് നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന്. അപ്പം നമ്മളെ നോക്കുമ്പം ഈ ദൈവത്തിൻ്റെ തൃത്വം നമ്മളിൽ കാണത്തക്ക വിധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവനവൻ ദൈവവുമായിട്ട് കൺസിഡർ ചെയ്യണം. ബട്ട് ഇറ്റ് ഈസ് എ ഗ്രോത്ത്. ഇതൊരു വളർച്ചയാണ് ദൈവത്തിൽ. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? അവനെ അറിയാൻ ആഗ്രഹം. ഇപ്പോൾ നമുക്കൊരു ഒരാളെക്കുറിച്ച് അറിയാനൊക്കെ ഉണ്ട്. അവരെക്കുറിച്ച് എഴുതിയ ബുക്കുണ്ട്, നമ്മൾ വായിക്കും. അവർ പോകുന്ന സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കും. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം ടിമത്തി കല്ലർ എന്നും പറഞ്ഞൊരു വലിയ പാസ്റ്റർ, നമ്മുടെ മോനൊക്കെ പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ന്യൂയോർക്കിൻ്റെ നടുക്കാണത്. ആ മനുഷ്യൻ അവിടെ വളരെ ഫേമസ് ആണ്. കാരണം അങ്ങേയറ്റം ഇൻ്റലക്ച്വലായിട്ട് ദൈവവചനം പറയുന്ന ഒരു വ്യക്തി, നല്ല ഉറപ്പോടെ പറയും. അപ്പോൾ ഈ മനുഷ്യൻ 4000 പേരൊക്കെയാണ് ഒരു സമയം അദ്ദേഹത്തിൻ്റെ കൂടെ. പിന്നെ അത് കഴിഞ്ഞ് 4-5 സെഷനുണ്ട് ഒരു ദിവസം തന്നെ. അങ്ങനെ ഉന്നത ബന്ധം. അവിടെയാണ് നമ്മുടെ മോനും ആദ്യകാലങ്ങൾ ജോലി ചെയ്തിരുന്നത്. അപ്പം വളരെ അടുപ്പമുള്ള ഒരു ബന്ധം അദ്ദേഹത്തിനോടുണ്ട്. ഞാൻ അവിടെ പോകുമ്പം കാണുന്നത് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അനേക ചെറുപ്പക്കാരെ ആകർഷിച്ചിട്ട് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഫോളോ ചെയ്യുന്ന അടുപ്പമുള്ളവർ, അതായത് ചില കുട്ടി പാസ്റ്റേഴ്സ് എന്ന് പറയില്ല, ചെറിയവർ, അവരൊക്കെ അദ്ദേഹം കൈവെക്കുന്നെങ്കിൽ അവരും അങ്ങനെ കൈവയ്ക്കും. അദ്ദേഹം ഇങ്ങനെ കൈവച്ചാൽ അവരും അങ്ങനെ, അദ്ദേഹം ഇങ്ങനെ കൈവച്ചാൽ ഇങ്ങനെ കൈവയ്ക്കും. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പോലും ഇമിറ്റേറ്റ് ചെയ്യും. വചനം തന്നെയല്ല അദ്ദേഹം അത് തന്നെയാണ് ഒരു യേശുവിനെ നമ്മൾ അതുപോലെ സ്നേഹിച്ച് കഴിഞ്ഞാൽ യേശുവിനെ പോലെ, യേശു പ്രവർത്തിച്ചതുപോലെ യേശുവിൻ്റെ ഇമിറ്റേറ്റേഴ്സായിട്ട് നമ്മൾ മാറും. അതാണ് ഹീബ്രു ലേഖനം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ പ്രതിഫലം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ആദ്യ പുസ്തകത്തിൻ്റെ എബ്രായ ലേഖനത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ക്രിസ്തു എത്രയോ ഔന്നത്യ പദവിയിലുള്ളവനാണ്. പിതാവിൻ്റെ പുത്രനായിട്ട് വന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മൂലവും രാജാക്കന്മാരും മൂലവും പിതാക്കന്മാരും മൂലവും പല ഘട്ടങ്ങളായിട്ട് വെളിപ്പെടുത്തി കൊടുത്തിരുന്ന സത്യങ്ങൾ, ഘട്ടം ഘട്ടമായിട്ട് കൊടുത്ത സത്യം ഈ അന്ത്യകാലത്ത് പുത്രനിൽ കൂടെ, അത് വേറൊരു പദവി അവിടെ ഇല്ലല്ലോ കർത്താവ്, എല്ലാം മനസ്സിലാക്കി തരാൻ ദൈവത്തിന് മനസ്സലിവ് തോന്നി. കർത്താവ് തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര, കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇത്ര വലിയവനായ ഒരു യേശുവിനെയാണ് ഞങ്ങൾ സ്തുതിക്കുന്നത്, വർഷിപ്പ് ചെയ്യുന്ന അറിയുമ്പം നമ്മളെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുവിനെ കൂടുതൽ അറിയുമ്പം നമ്മളെ തന്നെ അറിയാം. യേശുവിൻ്റെ സ്നേഹം നമ്മളിൽ വരുമ്പം അവൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ നടക്കുന്നത്. യേശുവിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പം യേശുവെ പോലെ ആകുകയാണ്. അവനെപ്പോലെ ആകാൻ ആ വാഞ്ചയിട്ട് തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ കർത്താവ് തീ പോലെ, കർത്താവിൻ്റെ തീജ്വാല പോലെ വചനം ചെന്നിട്ട് യേശു ആരാണെന്ന് എനിക്കറിയണം, അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ തക്കവണ്ണം അനേക മക്കളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ പറ്റും. എത്ര വായിച്ചാലും പരിശുദ്ധാത്മാവ് വരാതെ ഒന്നും മനസ്സിലാകത്തില്ല. ഓരോ പ്രാവശ്യം ഹീബ്രൂസ് വായിക്കുമ്പോഴും പുതിയതുപോലെ തോന്നിക്കുന്നു. എന്നാൽ അല്പമെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ വിത്ത് വന്ന് കിളുത്ത് നല്ല വൃക്ഷമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.